പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. എൻ്റെ പേര് ഇമാനുവൽ. കോട്ടയത്ത് നിന്നാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രധാന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ശുശ്രൂഷയിൽ ആഡ് ചെയ്യുന്നത്. അതാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ എല്ലാ ചോദ്യത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഉത്തരം പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവ രീതിയെക്കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് എതിരായി പ്രവർത്തിക്കുന്ന ഒരാത്മാവുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം 98% കുടുംബത്തിലുമുള്ള ഒരു ശക്തിയാണ് എതിർശക്തി. അപ്പോൾ നമുക്ക് 2 ശക്തികൾ ഭൂമിയിലുണ്ട് എന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. അപ്പോൾ ആ 2 ശക്തിയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, മെയിൻ നമ്മുടെ പ്രധാനപ്പെട്ട നിത്യസഹായകനായ പരിശുദ്ധാത്മാവ്. രണ്ടാമത്തെ ശക്തി എനിക്ക് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് ദുരാത്മാവ്. ദുരാത്മാവ് എന്ന് പറയുമ്പോൾ അശുദ്ധാത്മാവും നമുക്ക് പറയാം. പരിശുദ്ധാത്മാവും അശുദ്ധാത്മാവും. അപ്പോൾ പരിശുദ്ധാത്മാവും അശുദ്ധാത്മാവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ശുശ്രൂഷ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ ദൈവമക്കളും കണ്ട് നിങ്ങൾ ആത്മീയ നോളജ് വളർത്തിയെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം ബ്രദർ ഒരു 5 വർഷത്തോളം ധ്യാനം, ശുശ്രൂഷ അങ്ങനെയുള്ള മേഖലകൾ പോയി പഠിച്ച് പഴകിയിട്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അറൗണ്ട് 3-4 വർഷം ധ്യാനം, വചനം പഠിക്കുക, ദൈവത്തെ അറിയുക, അതുപോലെ ദൈവിക കാര്യത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. മീൻസ് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള ഒരു യാത്രയാണ്. അതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും നിങ്ങളുടെ എൻ്റെയൊക്കെ ജീവിതത്തിൽ വരാം. കാരണം നമ്മളെല്ലാവരും പാപികളാണ്. തീർച്ചയായിട്ടും അത് പറയേണ്ടതുണ്ടല്ലോ. നമ്മൾ എല്ലാവരും എല്ലാവരും പാപികളാണ്. പക്ഷെ പല ആളുകളും സ്വയം തന്നെ അവർ പാപികളല്ല എന്ന് സ്വയം തന്നെ മുദ്ര കുത്തുന്നു. പക്ഷെ അത് യഥാർത്ഥത്തിൽ ശരിയല്ല എന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. കാരണം ഈ ഭൂമിയിൽ ജനിച്ച നമ്മളെല്ലാവരും പാപികളാണ്. കാരണം എൻ്റെ ആത്മീയ ജീവിതത്തിൽ പല ആളുകളും പറഞ്ഞതായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മീൻസ് ഞങ്ങൾ പാപികളൊന്നുമല്ല, ഞങ്ങൾ പാപമൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും എല്ലാവരും പാപികളാണ്. അപ്പോൾ ഈ പാപികളെ തേടിയാണ് ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നത്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് പരിശുദ്ധാത്മാവ്. മീൻസ് എന്നെ കുറിച്ച് ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബേസിക് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ഓൺലൈൻ ശുശ്രൂഷയിൽ ആഡ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യമുള്ള മാറ്റർ പരിശുദ്ധാത്മാവ്. നമ്മുടെ ചോദ്യം എന്താ, അതിൻ്റെ ആൻസറാണ് പരിശുദ്ധാത്മാവ്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ബ്രദർ അറൗണ്ട് 9 years ആയ ശുശ്രൂഷയിൽ ഓൺലൈൻ ശുശ്രൂഷയാണ്. വചനം പഠിച്ച് പഴകിയിട്ടാണ് ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവും അശുദ്ധാത്മാവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? പരിശുദ്ധാത്മാവ് എന്താണ്? അശുദ്ധാത്മാവ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യമാണ്. കുറേ ആളുകൾക്കൊക്കെ അറിയാം, കുറച്ച് ആളുകൾക്ക് ഒന്നിനെക്കുറിച്ചൊരു അറിവില്ല. ഈ ശുശ്രൂഷ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട എല്ലാ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ബ്രദർ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. കാരണം ദൈവത്തെ അറിയുന്ന മക്കളുണ്ട്, ദൈവത്തെ അറിയാത്ത മക്കളുണ്ട്. അപ്പോൾ എൻ്റെ പ്രധാന ലക്ഷ്യം ദൈവത്തെ അറിയാത്ത മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ പ്രയത്നിക്കേണ്ടത്. കാരണം അവർക്ക് ആ ദൈവത്തെ പകർന്നു കൊടുക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി ആകുന്നു. കാരണം ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. എന്നെ ശ്രമിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കന്മാരെ എല്ലാവരോടും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അപ്പോൾ പറ്റുമെങ്കിൽ ഈ ശുശ്രൂഷ ആദ്യം മുതൽ അവസാനം വരെ കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ആരുടെ നാമത്തിൽ? നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തിൽ. കാരണം ആ തമ്പുരാനാണ് എനിക്ക് കൃപകളും വരങ്ങളും നിങ്ങളോട് സംസാരിക്കുവാനുള്ള കഴിവ് തന്നിരിക്കുന്നത്.
കാരണം പ്രത്യേകിച്ച് ഒരു കഴിവുമില്ലാത്ത എനിക്ക് ഒരുപാട് കഴിവുകൾ തമ്പുരാൻ തന്നിട്ടുണ്ട്. മീൻസ് വചനം വായിക്കാൻ, വചനം പ്രഘോഷിക്കാൻ, ശുശ്രൂഷാപരം, ഭാഷാപരം, പ്രവചനപരം, രോഗശാന്തിപരം, ശുശ്രൂഷാപരം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തമ്പുരാൻ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് എല്ലാ സ്ഥലത്തും എല്ലാ കാര്യങ്ങളും പ്രകടിപ്പിക്കാൻ അർഹതയില്ല, അവകാശമില്ല. ഹല്ലേലൂയ. കാരണം ഇന്നത്തെ സമൂഹം നമുക്കറിയാമല്ലോ, നന്മയെ തിന്മ എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ്, ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അത് നമ്മുടെ തെറ്റുന്ന കാലഘട്ടം അങ്ങനെയായി പോയി. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ചൊന്ന് പഠിക്കാം. പിന്നെ അടുത്ത രണ്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലുള്ള, നമ്മൾ ജനിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തനം ആരംഭിക്കുന്നു. മീൻസ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ദൈവം നമ്മളിൽ പരിശുദ്ധാത്മാവിനെ തന്നു കഴിഞ്ഞു. പിന്നീട് അത് വളർന്ന് 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 വരുമ്പോൾ നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യുന്നു? നിർവീര്യം ചെയ്യുന്നു. എങ്ങനെ നിർവീര്യം ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരണമല്ലോ. കാരണം ഒരു കാര്യം പറയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സന്ദേശം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുമ്പോൾ അവസാനം നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവർക്കും അത് അഭിഷേകത്തിൻ്റെ ഒരു പ്രാർത്ഥനയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം വരുന്ന ഒരു പ്രാർത്ഥനയാകുന്നു. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ, പരിശുദ്ധാത്മാവാണ് നമ്മളെ നിരന്തരമായി നയിക്കുന്നത്. അത് സംശയമുണ്ടെങ്കിൽ മേ ബി ഇന്ന് ലോകത്തിൽ ഒരുപാട് ഫിലോസഫി, തിയോളജിയൊക്കെ പഠിച്ച ആളുകളുണ്ടായിരിക്കാം. അവര് പല ആളുകളും പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയാത്തവരുണ്ട്, അറിഞ്ഞവരുണ്ട്. ദൈവശുശ്രൂഷ ചെയ്യുന്നവർക്ക് പറയേണ്ട ആവശ്യമില്ല. അവർക്ക് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു രൂപരേഖയുണ്ട്, അശുദ്ധാത്മാവിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള രൂപരേഖയുണ്ട്. കാരണം ദൈവവചനം പരിശുദ്ധാത്മാവാകുന്നു. ദൈവവചനം പരിശുദ്ധാത്മാവാകുന്നു. നിങ്ങളിൽ ആരെങ്കിലും ദൈവവചനം പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും. കാരണം അത് പരിശുദ്ധാത്മാവിന്റെ വചനം, പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്ക് മാത്രമേ കൂടുതൽ പറയുവാനും സംസാരിക്കുവാനും പ്രഘോഷിക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മളിൽ വിശ്വാസമില്ലാത്തവരും ഈ ഭൂമിയിലുണ്ട്. 100% നിങ്ങൾക്ക് എനിക്കറിയാം. ഒരു കുടുംബത്തിൽ 4 പേരെടുത്താൽ 4-ൽ ഒരാളായിരിക്കും പൂർണ്ണമായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുന്നവർ. ബാക്കി 3 അവിശ്വാസികൾ. അവർ തമാശ പറയും, അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് പരിഹസിക്കും. വർഷങ്ങൾക്ക് മുമ്പ് മാനസാന്തരം വരുന്നതിന് മുമ്പായിട്ട് ഞാനും എല്ലാവരും അന്ധവിശ്വാസമായിട്ട് പറഞ്ഞ് അങ്ങനെ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. കാരണം അനുഭവമില്ല, ദൈവാനുഭവമില്ല. അതാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് ദൈവാനുഭവം ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാൻ ശ്രമിച്ചിട്ടില്ല. അതാണ് സത്യം. ദൈവത്തെ അറിയാൻ നമ്മൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവാനുഭവം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നിരന്തരം എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മളെ നയിക്കുന്ന, മേ ബി നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞുതരാം. ഒരു വാഹനം നമുക്ക് ദൈവം തന്നെങ്കിൽ അത് ഓടിച്ച് മാർക്കറ്റിൽ പോയി തിരിച്ചു വരുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണയാലാണ്, ശക്തിയാലാണ്. കാരണം നമ്മുടെ ശരീരമല്ല അവിടെ പ്രവർത്തിക്കുന്നത്, നമ്മുടെ ബ്രെയിൻ മീൻസ് പരിശുദ്ധാത്മാവ്, ദൈവം തന്നിരിക്കുന്ന ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, മൂവ് ചെയ്യുക, പോവുക, പർച്ചേസ് ചെയ്യുക, തിരിച്ചു വരിക. ഇതിൻ്റെ ഒരു ആത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വേണമെങ്കിൽ അതൊന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. കാരണം നമ്മുടെ ശരീരം ഒന്നിനും കൊള്ളുന്നില്ല. എല്ലാം ആത്മാവിന്റെ പ്രേരണ അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ വചനം പ്രഘോഷിക്കുന്നത്, ഈ സംസാരിക്കുന്നതൊക്കെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണയാൽ മാത്രമാണ്. കാരണം ബ്രദറിന്റെ ബുദ്ധിയിൽ ഒന്നുമില്ല. പരിശുദ്ധാത്മാവിന് ഒരുപാട് അറിവിന്റെ ഭണ്ഡാരമാണ്, ഒരുപാട് അറിവുകൾ നിറഞ്ഞതാണ് പരിശുദ്ധാത്മാവ്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? അതിനെക്കുറിച്ച് നമുക്ക് 8 കാര്യങ്ങൾ തീർച്ചയായിട്ടും ബ്രദർ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. കാരണം 8 കാര്യങ്ങൾ മീൻസ് അത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യമാണ് വിശ്വാസം.
പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിക്ക് ദൈവത്തോട് പൂർണ്ണമായും ഒരു വിശ്വാസം ഉണ്ടാവും, ഒരു സംശയം ഉണ്ടാവത്തില്ല, സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം അവന് പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൊടുത്തു കഴിഞ്ഞു. അതാണ് ഒന്നാമത്തെ കാര്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അപ്പോൾ ആ 8 കാര്യങ്ങളെ കുറിച്ചാണ് ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് പരിശുദ്ധ അമ്മാനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. വർഷങ്ങൾക്ക് മുമ്പ് വായിക്കാൻ തമ്പുരാൻ എനിക്ക് അവസരം തന്നു. അത് ഒരുപാട് അനുഗ്രഹമായിട്ട് വന്നു എന്ന് പറയാം. ഒരുപാട് ദൈവാനുഗ്രഹം തന്ന ബുക്കാണത്. കാരണം ഈ ബുക്കിന്റെ പേര് പരിശുദ്ധാത്മാവ് എന്നാണ്. കാരണം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അനുഭവപ്പെടുക, എങ്ങനെ നമുക്ക് പരിശുദ്ധാത്മാവിനെ അറിയാം, അതിനെക്കുറിച്ചുള്ള ഒരു ബുക്കാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ബുക്ക് സ്റ്റാളിൽ എവിടെയെങ്കിലും പോയാൽ കിട്ടുമായിരിക്കും. ഞാനിത് വാങ്ങിച്ചത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിയിട്ടാണ് തോന്നുന്നത്. ഡിവൈൻ പോണ്ട അങ്ങനെ പല മേഖലകളിൽ കുറച്ച് വർഷം സഞ്ചരിച്ചിരുന്നു. മീൻസ് ദൈവത്തെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ, വേറൊന്നുമല്ല. ദൈവത്തെ അറിയാൻ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കണം. കണെങ്കിൽ ദൈവത്തെ അറിയാൻ പറ്റുകയുള്ളൂ. ഈ ഭൂമിയിലെ കുറച്ച് വസ്തുക്കളൊക്കെ ത്യജിക്കുമ്പോൾ നമുക്ക് തമ്പുരാൻ കർത്താവിനെ ശരിക്കും മനസ്സിലാക്കാൻ അറിയാൻ സാധിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യമാണ് ഉറച്ച വിശ്വാസം. ആ വ്യക്തിക്ക് ഒരു ഉറപ്പുണ്ടാവും. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ ജാതി മതസ്ഥർക്കുമാണ് ഈ സന്ദേശം. ഇത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാവർക്കും കേൾക്കാൻ. കാരണം നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ സ്വന്തം മക്കളാകുന്നു. മീൻസ് ഞാനും നിങ്ങളും എല്ലാവരും തമ്പുരാന്റെ ക്രിയേഷനാണ്, തമ്പുരാന്റെ സൃഷ്ടിയാണ് എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ഉറപ്പാണ്, അതിലൊരു സംശയമില്ല. അതാണ് ഞാൻ പറഞ്ഞ ഉറച്ച വിശ്വാസം. പിന്നെ അത് തിരുവചനം റോമ 8-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ സ്വഭാവത്തിൽ വലിയ മാറ്റം കാണും. എന്താണ് സ്വഭാവം? നമ്മൾ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നമ്മുടെ സ്വരത്തിൽ തന്നെ ഒരു വലിയ ഒരു അഭിഷേകം ഉണ്ടാകും. അതാണ് രണ്ടാമത്തെ അടയാളം. പരിശുദ്ധാത്മാവ് ഉള്ള ഒരു വ്യക്തിയുടെ രണ്ടാമത്തെ അടയാളം. അത് ഈ ലോകത്ത് ഒരുപാട് ആളുകൾക്ക് പരിശുദ്ധാത്മാവുണ്ട്. എല്ലാവർക്കും പരിശുദ്ധാത്മാവുണ്ട്. പക്ഷെ അവര് പാപം ചെയ്ത് അതിനെ നിർവീര്യമാക്കി എന്ന് പറയാം. പക്ഷെങ്കിലും പൂർണ്ണമായും ആരിൽ നിന്ന് പരിശുദ്ധാത്മാവ് ദൈവം എടുക്കുന്നില്ല. ഒരംശമെങ്കിലും അവിടെ ബാലൻസ് എപ്പോഴും വെക്കാറുണ്ട്. അതാണ് ഒരു സത്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കേണ്ട, ബ്രദറിന് പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവുണ്ടെന്ന് ചിന്തിക്കേണ്ട. എനിക്ക് പോലും അറിയത്തില്ല കേട്ടോ. മീൻസ് തമ്പുരാൻ കർത്താവ് തരുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. എന്നെ ശ്രമിക്കുന്ന എൻ്റെ സഹോദരന്മാരോട് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. കാരണം ഈ സന്ദേശം ഒരുപാട് മക്കൾ ആത്മാർത്ഥതയോടുകൂടി, ഹൃദയപരമാർത്ഥതയോടുകൂടി ശ്രമിക്കുന്നുണ്ട്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെ സഹോദരനാണ് ഇമ്മാനുവൽ ബ്രദർ. എന്നാൽ നിങ്ങളുടെ ഒരു സഹോദരൻ, മേ ബി മാതാപിതാക്കളായിരിക്കും. നിങ്ങൾക്കൊരു മകനുണ്ടെങ്കിൽ ആ മകന്റെ സ്ഥാനത്ത് കണ്ട് ശുശ്രൂഷ, നിങ്ങൾ ദൈവത്തെ അറിയാൻ ശ്രമിക്കുക. വേറെ ലക്ഷ്യമൊന്നുമില്ല. സമ്പത്തോ പാരിതോഷികമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ ലക്ഷ്യം. തമ്പുരാനെ മറ്റുള്ളവരിലേക്ക്, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവരിലേക്ക്, എല്ലാ ജാതി മതസ്ഥരിലേക്ക് എത്തിക്കുക എന്നതാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ. എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. നമുക്ക് ആരോടും വ്യക്തിപരമായിട്ട് വൈരാഗ്യമോ വിദ്വേഷമോ വെറുപ്പോ അസ്വസ്ഥതകളോ ഒന്നുമില്ല. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ഒന്നും കൊണ്ടുപോകുന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് എന്തിനാണ് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം, ശത്രുത? നമ്മളോട് ആർക്കെങ്കിലും എന്തെങ്കിലും ശത്രുതയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിന്നാൽ ആ പ്രശ്നം സോൾവായി. നമ്മൾ യുദ്ധം ചെയ്യാൻ അർഹതയില്ല. സംശയം ഉണ്ടെങ്കിൽ വചനമുണ്ട്, പുറപ്പാട് 14:14. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തിട്ടുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. തീർച്ചയായിട്ടും നമ്മൾ ആരുമായിട്ട് ഒന്നിനെ പോകാതിരുന്നാൽ തമ്പുരാന്റെ വലിയ സംരക്ഷണം എന്നും എപ്പോഴും നിങ്ങളുടെ കൂടെയും എൻ്റെ കൂടെയും ഉണ്ടായിരിക്കും. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. നമ്മുടെ മാറ്ററിലേക്ക് നമുക്ക് തിരിയാം. പരിശുദ്ധാത്മാവ്. അപ്പോൾ
എല്ലാത്തിൻ്റെയും ഉത്തരമാണ് പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ ദൈവാത്മാവിനെ നിങ്ങൾ ഉജ്ജ്വലിപ്പിക്കുക. അപ്പോൾ എങ്ങനെ ഉജ്ജ്വലിപ്പിക്കാം എന്നതിനെ കുറിച്ച് പറഞ്ഞു തരാം. ഇപ്പോൾ പ്രധാനമായിട്ടും പരിശുദ്ധാത്മാവിന്റെ 8 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ആ വ്യക്തിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, സ്വഭാവത്തില് വലിയൊരു വിടുതൽ, വലിയൊരു മാറ്റം, വലിയൊരു അഭിഷേകം. സംസാരത്തിലും സ്വഭാവത്തിലൊക്കെ ഒരു അഭിഷേകം ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. മൂന്നാമത്തെ കാര്യം, സുവിശേഷം പറയുവാനുള്ള ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടാവും. ദൈവത്തെ, സുവിശേഷം എന്ന് പറയുമ്പോൾ ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തെ പകർന്നു കൊടുക്കുവാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു വലിയൊരു വ്യഗ്രത. വ്യഗ്രത മീൻസ് വലിയൊരു ആഗ്രഹം. നമ്മൾ പറയാല്ലേ, നമ്മുടെ അപ്പനെ കുറിച്ച് പറയാൻ നമുക്ക് സന്തോഷം ഉണ്ടാവുക, അതൊക്കെ ഈ പിതാവിനെ കുറിച്ച് പറയുവാനുള്ള ഒരു വലിയ വ്യഗ്രത, വലിയൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. അതാണ് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു പ്രേരണ. അതുപോലെ തന്നെ അന്യഭാഷാവരം. അന്യഭാഷാവരം എന്ന് പറയുമ്പോൾ ശുശ്രൂഷ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അത് അറിയാം, അല്ലാത്തവർക്ക് അന്യഭാഷാപരം എന്താണെന്ന് അറിയാൻ ചാൻസ് ഇല്ല. വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും ഈ അന്യഭാഷാപരം എന്താണെന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എനിക്കറിയുന്ന ഒരു അന്യഭാഷ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല 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 ഹല. അപ്പോൾ പല രീതിയിലുള്ള ഭാഷ വരാം. അതുപോലെ അടുത്തത്, പക്ഷെ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നരുത്, ഇത് കർത്താവ് തന്നിരിക്കുന്ന വരദാനമാണ്. അതാണ് സ്തുതിപ്പിന്റെ വരം. കാരണം ഇതൊരു സ്തുതിപ്പാണ്. നമ്മളിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ഇത് രാവിലെ മുതൽ ഒരുപാട് സമയമായിട്ട് ബ്രദർ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ശുശ്രൂഷ എന്ന് പറയുമ്പോൾ രാവിലെ മുതൽ അറൗണ്ട് 7:30 കുർബാനക്ക് പോയി, കുർബാന കഴിഞ്ഞ് വന്ന് കുറേ നേരം പ്രാർത്ഥിച്ച് അറൗണ്ട് 2 മണിയായിട്ടും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ 3 ആയി, 4 ആയി, 5 ആയി, പിന്നെ ഒന്നുകൂടി ഒരു കൂടിയൊക്കെ കഴിഞ്ഞ് ആണ്ട് ഒരു ഇപ്പോൾ ടൈം നിങ്ങൾക്കറിയാം, ക്ലോക്ക് നോക്കിയാൽ 6 മണിക്ക് തുടങ്ങിയതാണ്, ഇപ്പോൾ 6:04 പോകുന്നു. അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. പക്ഷേ അത് സാധാരണക്കാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയുന്നത് അങ്ങനെ, നിങ്ങളെല്ലാവരും എൻ്റെ റിലേറ്റീവ് ആയതുകൊണ്ടാണ് ബ്രദർ ഈ ശുശ്രൂഷ കൃത്യമായിട്ട് പറയുന്നത്. നമുക്ക് ഉറച്ചു വെക്കാൻ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന കൃപയാണ് ഈ പറഞ്ഞത്. എന്താണ് അന്യഭാഷാപരം? അതൊരു വലിയ സ്പിരിച്വൽ പവറാണ്. അത് ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവം കൃപകളും വരങ്ങളും ദാനങ്ങളും തരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നുകൊണ്ട്, പക്ഷെ പിന്നീട് ഒരു ധ്യാനത്തിലൂടെയാണ് എനിക്ക് കൃപ പരിശുദ്ധാത്മാവ് തന്നത്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അതുപോലെ തന്നെ 5ാമത്തെ കാര്യം, യേശുവിനോടുള്ള ആഴത്തിലുള്ള സ്നേഹം. അതാണ് 5ാമത്തെ കാര്യം. പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്ക് കർത്താവിനോട് ഒരു ആഴത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകും. എൻ്റെ പിതാവാണ്, എൻ്റെ അപ്പനാണ് എന്നുള്ളൊരു ഒരു ടെൻഡൻസി, എന്താ ഒരു വലിയ സ്നേഹം ഉണ്ടാവും. ഈശോയെ അപ്പ എന്ന് വിളിക്കാനുള്ള ഒരു ടെൻഡൻസി. അപ്പ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ജീവന്റെ ജീവദാതാവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് 2ാം ജന്മം തന്നത് ഈ അപ്പനാണ്, എൻ്റെ യേശുവാണ്. കാരണം ഞാൻ മരിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ആത്മാവിൽ മരിച്ചു. 2ാമത് ഒരു ആത്മാവിനെ തന്നത് ഈ അപ്പനാണ്. അപ്പോൾ ഈ അപ്പനോട് അതിയായിട്ടുള്ള സ്നേഹമുണ്ട്. മേ ബി മറ്റ് മേഖലകളിലുള്ളവർ കേൾക്കുന്നുണ്ടാവും, അവർക്കും തീർച്ചയായിട്ടും എൻ്റെ അനുഭവം ഞാൻ പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കാര്യം, അപ്പോൾ പരിശുദ്ധാത്മാവുള്ള വ്യക്തി യേശുവിനോടുള്ള ആഴത്തിലുള്ള സ്നേഹം ഉണ്ടാകും എന്നാണ് നമുക്ക് കിട്ടുന്ന ആത്മീയ നോളജ്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അതുപോലെ തന്നെ 6ാമത്തെ കാര്യം, സത്യത്തെക്കുറിച്ചുള്ള അറിവ്. അപ്പോൾ
ഈശോ തന്നെ പിലാത്തോസിന്റെ മുമ്പിൽ പറയുന്നുണ്ട്. പിലാത്തോസ് ചോദിക്കുന്നുണ്ട്, എന്താണ് സത്യം? എന്താണ് സത്യം? സത്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ ജീവിതത്തിലുള്ള യാഥാർത്ഥ്യം. എന്താണ് യാഥാർത്ഥ്യം? അത് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യമാണ്, ശരിയും തെറ്റും. അപ്പോൾ പിലാത്തോസ് അവരോട് ചോദിക്കുന്നു, നീ രാജാവാണോ? തീർച്ചയായിട്ടും ഈശോ ഒന്നും പറഞ്ഞിട്ടില്ല. നീ തന്നെ അത് പറഞ്ഞുവല്ലോ എന്ന് മാത്രമാണ് പറയുന്നത്. കാരണം എന്താ എന്ന് ചോദിച്ചാൽ ആ ദൗത്യം അവിടെ നടക്കേണ്ടതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ സത്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഈശോ പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് സത്യം, വഴിയും സത്യവും ഞാനാകുന്നു. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ സത്യത്തെക്കുറിച്ചുള്ള അറിവ്, അതുപോലെ തന്നെ ആശ്വാസദായകൻ, പരിശുദ്ധാത്മാവുള്ള വ്യക്തി, ഒരു ശുശ്രൂഷകനോ ഒരു വൈദികനോ ആരെങ്കിലും ആകട്ടെ, തീർച്ചയായിട്ടും ഒരു വലിയൊരു ക്രൈസിസിൽ അല്ലെങ്കിൽ വലിയൊരു അപകടത്തിൽ, വലിയൊരു പ്രശ്നത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവായ ദൈവത്തെ നിങ്ങൾ സേവിച്ചാൽ ആ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആശ്വാസം തരും, സമാധാനം തരും, സന്തോഷം തരും, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് പകർന്നു തരും. അപ്പോൾ തീർച്ചയായിട്ടും ആ കർത്താവ് അവിടെ സ്പർശിക്കുമെന്നാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഇടയിൽ ലഭിച്ച ഒരു യാഥാർത്ഥ്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തി മധ്യസ്ഥം വഹിക്കും. മധ്യസ്ഥം എന്ന് പറഞ്ഞാൽ തമ്പുരാന് വേണ്ടി മധ്യസ്ഥം വഹിക്കും, മധ്യസ്ഥ പ്രാർത്ഥന, അല്ലെങ്കിൽ തമ്പുരാന് വേണ്ടി പ്രവർത്തിക്കും, പ്രയത്നിക്കും, തമ്പുരാന് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എനിക്ക് കിട്ടിയ എൻ്റെ അറിവിനോട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ സമയം നിങ്ങൾ പല ആളുകൾക്കും ഇന്ന് അറിയാതെ, എല്ലാവർക്കും ഷോർട്ട് ടൈം കാര്യങ്ങളാണ് വേണ്ടത്. ബ്രദർ സംസാരിച്ചപ്പോൾ ചില സമയം ലോങ് ടൈം ആവും, ക്ഷമിക്കണം. എല്ലാവരും പൂർണ്ണമായിട്ട് വന്ന് കണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞത് അതാണ് ദൈവത്തിന്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത ശക്തി, ആ ശക്തി കേൾക്കുമ്പോൾ നിങ്ങളോട് രക്ഷപ്പെടും. അടുത്ത ശക്തിയാണ് ദുരാത്മാവ്, അശുദ്ധാത്മാവ്. അതാണ് നമ്മൾ അപകടത്തിലേക്ക് എത്തിക്കുന്നത്. അതിന്റെ എതിർ പ്രവർത്തനം ഒന്ന്, ആ വ്യക്തിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടാകില്ല. ഉറച്ച വിശ്വാസം ഉണ്ടാവില്ല, എല്ലാത്തിനോടും സംശയമായിരിക്കും. ഭാര്യയോടും കുഞ്ഞുങ്ങളോടും കുടുംബത്തോടും കൂടപ്പിറപ്പിനോടും എല്ലാവരോടും ഒരു സംശയമായിരിക്കും. എല്ലാത്തിനെയും സംശയങ്ങളിലൂടെ കാണാം. പക്ഷെ അത് അപകടമാണ് ജീവിതത്തിലും എല്ലാ മേഖലകളിലും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. രണ്ടാമത്തെ കാര്യം, അശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിയുടെ സ്വഭാവ രീതിയിൽ വളരെ മോശമായ സ്വഭാവ രീതിയായിരിക്കും. മോശം എന്ന് പറയുന്നത് അറിയാതെ എന്താണ്? ഭയങ്കര കോപം, ദേഷ്യം. അത് സർവ്വസാധാരണ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. പക്ഷെ മോശമായിട്ടുള്ള ദുശീലങ്ങളിൽ അടിമപ്പെടും. മദ്യപാനം, മയച്ചത, സിഗരറ്റ് വലി, അല്ലെങ്കിൽ മറ്റ് ചീത്ത കൂട്ടുകെട്ടുകൾ, ചീത്ത ഫോൺ യൂസ്, ഉപയോഗം, അതുപോലെ മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ താല്പര്യം കാണിക്കും. അതാണ് അശുദ്ധാത്മാവിന്റെ ലക്ഷണം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ദൈവവചനത്തോട് അവർക്ക് ഒരു താല്പര്യം ഉണ്ടാവുന്നില്ല. ദൈവത്തെ അവർ ഒരു ഫിലോസഫി ആയിട്ട്, കെട്ടുകഥയായിട്ട് വ്യാഖ്യാനിക്കും. അല്ലെങ്കിൽ ദേവദാസന്മാരെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയാനും അത് കേൾക്കുവാനും താല്പര്യം കാണിക്കും. അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ട് ആ ഒരു കൃപ നഷ്ടപ്പെടുത്തുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരും. ഇത് ആരെയും ഒരിക്കലും ദൈവജനത്തെ കുറ്റം പറയുന്നതായിട്ടൊന്നും തോന്നരുത്. ഇതൊരു റിയാലിറ്റിയാണ്, സത്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. കാരണം ഇവിടെ റിയാലിറ്റിയും സത്യത്തെക്കുറിച്ചും അസത്യത്തെക്കുറിച്ചും എന്താണെന്ന് നിങ്ങൾ ദൈവമോർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അല്ലാണ്ട് ബ്രദർ ഒരിക്കലും ആരോടും പരാജയം ദൈവമോളൊന്നുമില്ല. കാരണം എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്, ദൈവത്തിന്റെ മക്കളാണ്. എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു, ഞാനും സ്നേഹിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ സുവിശേഷത്തെക്കുറിച്ചും നമ്മുടെ സഭയെക്കുറിച്ചും സിസ്റ്റത്തെക്കുറിച്ചും പ്രസ്ഥാനത്തെക്കുറിച്ചും വളരെ മോശമായി വ്യാഖ്യാനിക്കും. അതാണ് അശുദ്ധാത്മാവിന്റെ മൂന്നാമത്തെ പ്രത്യേകത. അതുപോലെ തന്നെ നാലാമത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ
അവിടെ സംസാരത്തിലെന്നും ദൈവം ഉണ്ടാകത്തില്ല, പിശാച് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതാണ് 4ാമത്തെ പ്രത്യേകത. 5ാമത്തെ കാര്യം, യേശുക്രിസ്തുവിനോട് അവർക്കൊരു സ്നേഹം ഉണ്ടാകത്തില്ല. കാരണം പ്രാർത്ഥന, കുരിശിന്റെ പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന, പള്ളിയിൽ പോവുക, കുമ്പസാരം, ഇതിനെയൊക്കെ അവർ നെഗറ്റീവായിട്ട് വ്യാഖ്യാനിച്ച് അവരുടെ ഭാര്യമാരോട് മക്കളോട് പറയും. എന്തിനാ അതിൻ്റെ ആവശ്യം? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പള്ളിയിൽ പോയില്ലേ കുഴപ്പമൊന്നുമില്ല, ദൈവം നമുക്ക് വേണ്ടതൊക്കെ തന്നിട്ടുണ്ടല്ലോ, എന്നാൽ പള്ളിയിൽ പോകണ്ട എന്ന് പറഞ്ഞ് മക്കളെയും ഭാര്യയും അതിൽ നിന്നും വിച്ഛേദിക്കും. അല്ലെങ്കിൽ ഭർത്താവിനെ ഭാര്യ വിച്ഛേദിക്കും. കാരണം എന്തിനാ അതിൻ്റെ ആവശ്യം? നമുക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ടല്ലോ, പിന്നെ എന്തിനാ ദൈവത്തിന്റെ ആലയത്തിൽ പോകേണ്ട ആവശ്യം? അത് പിന്നെ അല്ലെങ്കിൽ ദശാംശം മീൻസ് നമ്മൾ പള്ളിയിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടി കൊടുക്കുന്നു, ദൈവകരണയ്ക്ക് വേണ്ടി തന്നെ കൊടുക്കുന്നതിന് വേണ്ട എന്ന് പറയും. വേണ്ട എന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കല്ലാതെ തന്നെ കുറെ ബാധ്യതകളുണ്ടല്ലോ, ഇതൊക്കെ തീർന്നിട്ട് കൊടുക്കാമെന്ന് പറയും. പക്ഷെ അത് അശുദ്ധാത്മാവിന്റെ ലക്ഷണമാണ്. കാരണം പരിശുദ്ധാത്മാവുള്ള വ്യക്തി പറയുന്ന സാരമില്ല, ദൈവം തന്നതല്ലേ, സത്യമില്ല, നമുക്കുള്ളതിൻ്റെ ഒരു പങ്ക് കൊടുത്ത് ദൈവാനുഗ്രഹത്തിലേക്ക് നമുക്ക് യാത്ര തിരിക്കാം എന്ന ചിന്ത വരും. അതാണ് 5ാമത്തെ ലക്ഷണം. കാരണം യേശുക്രിസ്തുവിനോട് അവർക്കൊരു സ്നേഹം ഉണ്ടാവത്തില്ല. പിന്നെ സത്യത്തെക്കുറിച്ച് ഒരിക്കലും പറയാൻ ആഗ്രഹിക്കത്തില്ല. ഈ ലോകത്തിന്റെ മേച്ചതകൾ പറയാൻ അവർക്ക് താല്പര്യം കൂടുതലായിരിക്കും. എന്നാൽ ലോകത്തിന്റെ കുറെ ആഡംബര കാര്യത്തെക്കുറിച്ചും വലിയ വലിയ പ്രതാപത്തെക്കുറിച്ചും വലിയ വലിയ കാര്യങ്ങൾ, സമ്പത്ത്, ഈ ലോകത്തിന്റെ സുഖത്തെക്കുറിച്ചായിരിക്കും അവർ കൂടുതൽ സംസാരിക്കുക. ദൈവിക കാര്യത്തിന് അവർക്കൊരു താല്പര്യം ഉണ്ടാകത്തില്ല. ഇതാണ് അശുദ്ധാത്മാവിന്റെ 6ാമത്തെ ലക്ഷണം. 7ാമത്തെ ലക്ഷണം, അവരിൽ നിന്ന് ആശ്വാസം ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. എന്താണ് ആശ്വാസം? ഒരു തീ കത്തുമ്പോൾ അവരവിടെ വലിയ തീ കത്തിക്കും, അതിനടക്കാൻ നോക്കത്തില്ല. ഒരു ചെറിയൊരു തീ, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ക്രൈസിസ് വന്നാൽ അവര് ഒട്ടിച്ചിരിക്കും. അങ്ങനെ തന്നെ വേണം, അവന് പണി കിട്ടി, അല്ലെങ്കിൽ അവനങ്ങനെ തന്നെ വേണം എന്ന് പറയും. പക്ഷെ അത് ശരിയല്ല. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ തകർച്ചയിലും സന്തോഷിക്കാൻ പാടില്ല എന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. യേശുവെ ആരാധന, യേശുവെ സ്തുതി, യേശുവെ മഹത്വം. കാരണം നാളെ നമുക്കും അതേ അവസ്ഥ വരുമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് തരുന്ന സന്ദേശം. യേശുവെ ആരാധന, യേശുവെ സ്തുതി, യേശുവെ മഹത്വം. അപ്പോൾ 7ാമത്തെ കാര്യം, അവരിൽ നിന്ന് ആശ്വാസം പ്രതീക്ഷിക്കേണ്ട. അവര് മുറിവിൽ കൂടുതൽ മുറിവുകൾ തന്ന് നമ്മളെ മാനസിക സമ്മർദ്ദത്തിലേക്കും ആത്മഹത്യയിലേക്കും എത്തിക്കും. ഇതാണ് 7ാമത്തെ ലക്ഷണം അശുദ്ധാത്മാവിന്റെ. അതുപോലെ തന്നെ 8ാമത്തെ ലക്ഷണം, മധ്യസ്ഥ പ്രാർത്ഥന മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവരോട് അവർക്ക് അറപ്പും വെറുപ്പുമായിരിക്കും. മീൻസ് അവർക്ക് താല്പര്യം ഉണ്ടാക്കില്ല. അവരതിനെ മോശമായ രീതിയിൽ വ്യാഖ്യാനിക്കും, മോശമായ രീതിയിൽ സംസാരിക്കും, മോശമായ രീതിയിൽ സമൂഹത്തിൽ പറഞ്ഞ് നടക്കും. ഇതൊക്കെയാണ് 8 ലക്ഷണങ്ങൾ. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട എൻ്റെ ആത്മീയ പ്രാർത്ഥിച്ചൊരുക്കി കിട്ടിയ സന്ദേശമാണ്. പക്ഷെ ഇത് ഒരുപാട് ആളുകൾ ധ്യാനഗുരുക്കന്മാരൊക്കെ അഭ്യസിച്ച് ധ്യാനത്തിലൂടെയൊക്കെ തന്ന സന്ദേശങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ബ്രദർ ഈ കാര്യം അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇതിൽ 100% സത്യസന്ധതയുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും ഒന്നും അറിയാതെ എല്ലാം ബ്രദറെ പറയുന്നത്, എല്ലാം പഠിച്ചിട്ട് തമ്പുരാന്റെ അനുവാദത്തോടു കൂടിയാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. പക്ഷെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, അല്ലാണ്ട് ആർക്കും പ്രതിസന്ധിക്ക് വേണ്ടിയിട്ടല്ല. കാരണം എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവർക്ക് ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ് ഇവര് ഈ കാര്യത്തിനൊക്കെ നെഗറ്റീവ് അർത്ഥം ഉണ്ടാക്കുന്നത്. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. പിന്നീട് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, 15-ാം അധ്യായം, 16-ാം അധ്യായം, ഈ 3 അധ്യായങ്ങൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു 33 തവണയൊക്കെ വായിച്ചു നോക്കണം. അപ്പോൾ ഉണ്ടല്ലോ ആത്മാവിന്റെ വലിയൊരു കൃപ നിങ്ങളിലേക്ക് വരും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. അത് അഭിഷേകത്തിലേക്ക് വരുവാനുള്ള ഒരു വഴിയാണ്. നിങ്ങൾ ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയാതെ ഭൂമിയിൽ നമ്മൾ
എന്ത് ചെയ്തിട്ടും അർത്ഥമില്ല, വ്യർത്ഥമായ ഒരു ജീവിത രീതിയായിരിക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാണ്. ന്യായം, നീതി എല്ലാം ഇവിടെ നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിനെ ആസ്വദിക്കുന്നത്, അനുഭവിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. വിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്കറിയാം, അവിടെ സക്രാരിയുടെ മുമ്പിൽ തന്നെ IHS എന്ന് എഴുതിയിട്ടുണ്ട്. അച്ഛൻ്റെ ലോഹയിലും IHS എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഈശോ തരുന്ന ശരീരവും രക്തവും നമ്മൾ പാനം ചെയ്യുന്ന ആ അപ്പത്തിൻ്റെ രൂപത്തിലും IHS എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് നിങ്ങൾ അറിയണം. ഞാൻ ഒരുപാട് ധ്യാനം കൂടിയിട്ടാണ് ഇത് പഠിച്ചെടുത്തത്. തമ്പുരാൻ തന്ന കൃപ, നമ്മൾ തമ്പുരാൻ്റെ അടുത്ത് പോയ തമ്പുരാൻ നമുക്ക് ഒരുപാട് അറിവുകൾ തരും. ആ അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇതൊരുപാട് വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ ശുശ്രൂഷ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്നോ ഇന്നലെയോ അല്ല, ഒരുപാട് വർഷം ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു സുപ്രഭാതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയില്ല, അറിയാലോ. യേശുവേ ആരാധന. അപ്പൊ IHS എന്നാൽ എന്താണ്? IHS ശരിക്കും പറഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞാൽ IHS എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ആത്മാവ്. പക്ഷെ അതിന്റെ മീനിങ് ഇൻഹീലർ, ഹീലർ, ഹോളി സ്പിരിറ്റ്. IHS ഇൻഹീലർ, ഹോളി സ്പിരിറ്റ്. IHS എന്ന് പറഞ്ഞാൽ ഇൻഹീലർ, ഹോളി സ്പിരിറ്റ്. അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ കുർബാനയിൽ എന്നും സ്വീകരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് വിവേകത്തിന്റെ ആത്മാവാകുന്നു. നമുക്ക് ശക്തി തരുന്ന, ബലം തരുന്ന, നമ്മൾ മുന്നോട്ട് നയിക്കുന്ന, ജീവനിലേക്ക് നയിക്കുന്ന ജീവന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നിത്യസഹായകനായ പരിശുദ്ധാത്മാവ്. ഓ പരിശുദ്ധാത്മാവ്, ഈ സന്ദേശം കൊടുക്കുവാനുള്ള കൃപ അങ്ങ് തന്നതിനെ ഓർത്ത് അറിവ്, ജ്ഞാനം, വിവേകം ഒക്കെ പരിശുദ്ധാത്മാവ് തരുന്നത്. അപ്പോൾ നമ്മൾ ആ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളുടെ എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി ഈ കൃഷ്ണനായ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അപ്പനെ ഹൃദയം തൊട്ട് സ്നേഹിക്കുക. ഈ അപ്പനെ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. കാരണം നമുക്ക് ജീവൻ തരുന്ന ജീവന്റെ രാജാവാണ് യേശു ക്രിസ്തു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ദൈവത്തിന്റെ കൃപ, കരുണ, സ്നേഹം എല്ലാ മക്കളിലും വ്യാപരിക്കട്ടെ. ഈ സന്ദേശത്തിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥന സമർപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സന്ദേശം കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പറ്റുമെങ്കിൽ ഞാനിപ്പോൾ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. ആ പ്രാർത്ഥന നിങ്ങളും ഏറ്റുചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കുക. മീൻസ് പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനയാണ്. കാരണം ആ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ പവറുണ്ട്, ശക്തിയുണ്ട്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അങ്ങേ വെളിവിന്റെ കഥ ആകാശത്തിന്റെ വഴിയെ അയച്ചിരണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ നൽകുന്നവനെ, ഹൃദയത്തിന്റെ പ്രകാശമേ, എഴുന്നള്ളണമേ. എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് വസ്ത്രമുള്ള വിധമേ, മധുരമുള്ള തണുപ്പേ, അലച്ചിലിൽ സുഖമേ, ഉഷ്ണത്തിൽ തണുപ്പേ, കരച്ചിലിൽ സ്വരമേ, എഴുന്നള്ളണമേ. എത്രയും ആനന്ദത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ, അങ്ങ് വിശ്വാസികളുടെ ഹൃദയത്തിന്റെ ഉള്ളുകളെ നിറയ്ക്കണമേ. അങ്ങ് വെളികൂടാതെ മനസ്സിലെ ദോഷമില്ലാതെ ഒന്നുമില്ല. അറപ്പുള്ളത് കഴിക്കണമേ, വാടിപ്പോയി നിൽക്കണമേ. ഒരുമിച്ചിരിക്കുന്ന സുഖപ്പെടുത്തണമേ, രോഗപ്പെട്ട് ഉറപ്പിക്കണമേ. കടുപ്പമുള്ളത് ഭയപ്പെടുത്തണമേ. ആടിപ്പോയതോടെ ഒരിക്കലും വഴുതിപ്പോയി നേരെയാക്കണമേ. അങ്ങ് ക്ഷണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങ് വിശുദ്ധ എഴുതാനങ്ങൾ നൽകണമേ. ഭാഗ്യവണ്ണം പുണ്യാവേ, നിത്യാന്തരണമേ. അമ്മേ നിത്യപുരാന്തിരാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് പരിശുദ്ധ അമ്മയുടെ ആശീർവാദത്തോടു കൂടി ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. പരിശുദ്ധ അമ്മ മാതാവെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അമ്മയോട് നിങ്ങളെല്ലാവരും ഹൃദയത്തിൽ നിന്ന്, ആത്മാവിൽ നിന്ന്, നിങ്ങളുടെ നാവിൽ നിന്ന് അമ്മയെ
അമ്മയെ ഒന്ന് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. ആമേൻ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. മഹത്വം ഭാഷാപരമുള്ളവർ സ്തുതിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഗിഫ്റ്റുകളെല്ലാം നിങ്ങൾ ഉപയോഗിക്കുക. എല്ലാ മേഖലകളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. തമ്പുരാൻ തന്നിരിക്കുന്ന അധികാരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ, ദൈവസ്നേഹം എല്ലാ മക്കളും ശക്തമായിട്ട് വ്യാപരിപ്പിച്ച കൃഷ്ണനായ കർത്താവിന്റെ വലിയൊരു അനുഗ്രഹം, ബ്ലെസ്സിംഗ്, ശുശ്രൂഷ കേൾക്കുന്ന കാണുന്ന എല്ലാ മക്കളും ശക്തമായിട്ട് അഭിഷേകത്തിന്റെ വലിയൊരു ഉൾപ്പെടലിലേക്ക് മക്കളെല്ലാവരെയും നയിക്കണമെന്ന് അപേക്ഷിക്കുന്ന യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം ശക്തമായിട്ട് എല്ലാ മക്കളിലും കുടുംബത്തിലും കുഞ്ഞുങ്ങളിലെയും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും പ്രോബ്ലംസ് ഒക്കെ തമ്പുരാന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളുടെയും അസ്വസ്ഥതകളും ആകുലതകളും നിരാശകളും കടബാധ്യതകളും രോഗാവസ്ഥയിലൊക്കെ വിടുതൽ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങൾ അതിജീവിച്ച് ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള വലിയൊരു കൃപ ഈ മക്കൾ എല്ലാവരിലേക്കും ശരിയണമേ എന്ന് അപേക്ഷിക്കുന്ന പിതാവേ, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങയുടെ കരുണ വർഷിക്കണമേ, അങ്ങയുടെ കൃപ വർഷിക്കണമേ, അങ്ങയുടെ സ്നേഹം വർഷിക്കണമേ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം, 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 മഹത്വം. കർത്താവ് യേശുവേ കൃഷ്ണനായ കർത്താവെ അനുഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും, ലോകരാജ്യങ്ങളെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് വചനം പ്രഘോഷിക്കുന്ന എല്ലാ വചന പ്രഘോഷകന്മാരെയും ഈശോയുടെ കരങ്ങളൊക്കെ എടുപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഭയുടെ പിതാക്കന്മാരെ സമർപ്പിക്കുന്നു, വൈദികന്മാരെ സമർപ്പിക്കുന്നു, അതുപോലെ ശുശ്രൂഷകന്മാരെ സമർപ്പിക്കുന്നു, കന്യാസ്ത്രീമാരെ സമർപ്പിക്കുന്നു. സഭയിലെ എല്ലാ നേതാക്കന്മാരെയും, എല്ലാ പൗരോഹിത്യം നിറഞ്ഞ എല്ലാ വ്യക്തികളെയും, സഭയുടെ എല്ലാ മേഖലകളെയും, എല്ലാ വ്യക്തികൾക്ക് വേണ്ടിയിട്ടും, എല്ലാ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടും, എല്ലാ ജാതി മതസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളായതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ദൈവമേ, അടുത്ത ശുശ്രൂഷ അതിശക്തമായിട്ട് ചെയ്യുവാണ് വലിയൊരു കൃപ അങ്ങയുടെ പരിശുദ്ധാത്മാവ് തന്ന് അനുഗ്രഹിക്കുന്നത് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയിൽ പൂർണ്ണമായിട്ടും കർത്താവിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എന്നെല്ലാവരും ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുക. യേശുവേ ആരാധന, യേശു